അക്കാഡമിക്സും ഇൻഡസ്ട്രിയും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഈ കുട്ടികളാരും ഇൻഡസ്ട്രിക്ക് സ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആവുന്നില്ല. അതായിരുന്നു പ്രോബ്ലം. ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ആർക്കേറ്റിനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ കുറച്ച് സ്റ്റുഡൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നാളെടുത്തു? ഒരു വർഷം 30 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വർഷം 30 കുട്ടികൾ? അതെ, അത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എല്ലാം കൂടി ചേർത്തിട്ടാണ് 30 കുട്ടികൾ ഉണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ ആ 30 കുട്ടികൾക്ക് ഞങ്ങൾ അവരുടെ കോർ ഇൻഡസ്ട്രിയിൽ തന്നെ പ്ലേസ്മെന്റ് ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. പണി പഠിപ്പിച്ച് പ്ലേസ്മെന്റ് വാങ്ങിക്കൊടുത്തു. ശരിക്കും അന്നൊന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും ഇല്ല. ഞങ്ങളുടെ പേജ് നോക്കിയാൽ അറിയാം, അന്നത്തെ ഒരു ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതെ ബൈ മൗത്ത് തന്നെയാണ് ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റ് മൊത്തം വരുന്നത്. ഞങ്ങളുടെ കുട്ടികളാണ് ഞങ്ങളുടെ ശരിക്കും സ്പോക്ക് പേഴ്സൺസ്. ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണ്. മാർക്കറ്റിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറുക എന്നുള്ള ഇന്റർനാഷണൽ ഒരു ഗോളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ പ്രൊഫഷണൽസ് ഇൻ ദ സെൻസ് എഞ്ചിനീയേഴ്സ് മാത്രമല്ല, ഇന്ന് ഇൻഡസ്ട്രിയിൽ ജോബ് കൂടുതൽ ഡിമാൻഡ് വരുന്ന ഏതൊരു സെക്ടറിനെയും ആർക്കേറ്റ് അഡ്രസ് ചെയ്യാറുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആർക്കേറ്റ് സ്കൂൾ ഓഫ് മീഡിയ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം. അതെ, ആർക്കേറ്റ് സ്കൂൾ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന് ശേഷം പിന്നെ തുടങ്ങിയത് ആർക്കേറ്റ് സ്കൂൾ ഓഫ് മീഡിയ. മീഡിയ മീൻസ് അറിയാലോ, ഗ്രാഫിക് ഡിസൈനിങ്, ആനിമേഷൻ, മൾട്ടിമീഡിയ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഒരു സെഗ്മെന്റാണ് ആർക്കേറ്റ് സ്കൂൾ ഓഫ് മീഡിയ. അപ്പോൾ കുറേ അധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇപ്പം ആർക്കേറ്റ് സ്കൂൾ ഓഫ് മീഡിയയിൽ പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ ഇപ്പം മഴവിൽ മനോരമയിൽ ഉൾപ്പെടെ ഞങ്ങളുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പല സിനിമയിലും ഇപ്പം എഡിറ്റിംഗിന് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ഞങ്ങളുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും.